15ാമത് നാടുകാണിച്ചുരത്തിലേക്കുള്ള കുരിശിന്റെ വഴി നമ്മൾ ആരംഭിക്കുന്നു. ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാന രംഗങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തമ്പുരാൻ ഏറ്റെടുത്ത പാടുപീടുകളെ നമുക്ക് അനുസ്മരിക്കാം. നല്ല ചൂടുണ്ട്, ശരീരത്തിൽ വേദനകൾ സഹനങ്ങളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും തമ്പുരാൻ ഏറ്റെടുത്ത പാടുപീടുകളോട് ചേർത്ത് വെക്കുമ്പോൾ ഇതൊന്നുമല്ലെന്ന് നമുക്കറിയാം. ഇതെല്ലാം ത്യാഗപൂർവ്വം സഹിച്ച് നമ്മുടെ വേദനകളെ തമ്പുരാന്റെ കരങ്ങളിൽ കൊടുത്ത് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമയോടെ, സ്നേഹത്തോടെ, ത്യാഗത്തോടെ ഈ പുണ്യ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. പ്രാരംഭ സന്ദേശത്തിനും പ്രാർത്ഥനയ്ക്കുമായി മണിമൂളി ഫൊറോനയിലെ മണിമൂളി നിലമ്പൂർ റീജിയൻ സെന്റ് ജോസ് ബഹുമാനപ്പെട്ട തോമസ് മണക്കുന്നിലച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, മാനന്തവാടി രൂപതയുടെ ഭാഗമായി ഉള്ള മണിമൂളി ഫൊറോനിലെ വൈദികരും ഇടവചനവും അതുപോലെ തന്നെ ബത്തേരി മലങ്കര രൂപതയുടെ ഭാഗമായുള്ള എടക്കര ഫൊറോനിലെ വൈദികരും ദൈവജനവും പ്രത്യേകിച്ച് ഇന്ന് കുരിശിന്റെ വഴിയിൽ പങ്കുകാരാകുമ്പോൾ അത് നേതൃത്വം കൊടുക്കുന്നത് മലങ്കര യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ KCYM-ന്റെ യുവജനങ്ങളുമാണ്. അത് നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ഗസറ്റിനെയും ജിൻഡോ അച്ഛനെയും പ്രത്യേകമായി ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംരംഭത്തിന് രൂപം കൊടുക്കുവാൻ വേണ്ടി ത്യാഗത്തോടുകൂടി അവരെടുത്ത എല്ലാ സംരംഭങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എടക്കര ഫൊറോന വികാരിയായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമദ്രാസിലൂടെ ഉണ്ട്, സ്നേഹമുള്ള വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, വിവിധ ഇടവകളിൽ നിന്ന് വന്നിരിക്കുന്ന സ്നേഹമുള്ള അൽമായര യുവജനങ്ങളെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരായ നാട്ടുകാർ, എല്ലാ മതവിഭാഗങ്ങളും നമ്മളെടുത്ത് നോക്കുമ്പോൾ ജീവിതം നവീകരിക്കുവാനുള്ള അവസരമാണ് എല്ലാ മതങ്ങളും കൊടുക്കുക. ക്രിസ്തുമതം 50 ദിവസത്തെ നോമ്പിന്റെ 40 ദിവസം പിന്നിട്ട് ഇന്ന് ഓശാന ഞായറാഴ്ച ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ 15ാമത് കുരിശിന്റെ വഴി നാടുകാണിയിലേക്ക് ഇന്ന് നടത്തുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ നാന്ദി ഇന്ന് ഒരിക്കൽ കൂടി ഈ കാലഘട്ടത്തിലെ നൊമ്പരങ്ങളും കേശങ്ങളുമെല്ലാം നമ്മൾ മനസ്സിലോർത്ത് വേണ്ട ധ്യാനപൂർവ്വം ധ്യാനാത്മകമായി ഈ കുരിശിന്റെ വഴിയിൽ പങ്കുകാരാകുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി തീരുവാനുള്ള പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമുക്ക് മനസ്സിൽ കോറിയിടാം. കുഞ്ഞിന് മാസ്റ്റർ മനോഹരമായ കവിത ശകലം എങ്ങനെയാണ്: ഒറ്റിക്കൊടുക്കാൻ ആളായി ചൂടിക്കാൻ മുൾക്കിരീടവും തറയ്ക്കാൻ കുരിശതും ക്രിസ്തു നിർമ്മാണം ക്ഷണമാമിനി. ഒറ്റിക്കൊടുക്കുന്ന യുവദാസികളുടെ എണ്ണം ഏറി വരുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. മുൾമുടി മണയുന്നവരെയും കുരിശ് നിർമ്മിക്കുന്നവരെയും കണ്ടെത്തുവാൻ സാധിക്കും. അവിടെ തറയ്ക്കപ്പെടുവാനൊരു ക്രിസ്തുവാണ് ഇന്ന് ആവശ്യം. അതായത് കാലഘട്ടത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് യുവജനങ്ങളെ പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ മറ്റൊരു തലത്തുമില്ലാത്ത രീതിയിലുള്ള ഒരു സംഘാടകത്വമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും കാണിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ഒരു ജീവിതത്തിന്റെ നവീകരണത്തിന് വേണ്ടിയുള്ള ഒരു അവസരം 2023 ഈ ഓശാന ഞായറാഴ്ച കുരിശിന്റെ വഴിയിൽ പങ്കുകാരാകുമ്പോൾ, ത്യാഗപൂർവ്വം നമ്മൾ മല കയറുമ്പോൾ കുരിശിന്റെ വഴിയിൽ പങ്കുകാരാകുമ്പോൾ ഒരു മനസാന്തര സംഭവം ഉണ്ടാകുന്നു. ഇല്ലെങ്കിൽ ആരോ കാണിക്കുവാൻ വേണ്ടി വീഡിയോയിലും വാട്സപ്പിലും ഒക്കെ വന്നുകൊണ്ട് കുരിശിന്റെ വഴിയിൽ എല്ലാ വർഷവും നടത്തിയെന്നുള്ള പേര് കിട്ടുവാൻ വേണ്ടി ആണെങ്കിൽ ഈ മല കയറുവാൻ വേണ്ടി നമ്മൾ പോകരുത്. മറിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു ജീവിതത്തിനൊരു മാറ്റം കൊടുക്കുവാൻ സാധിക്കും. നാനാജാതി മതസ്ഥർക്ക് ഒന്നിച്ചു നിൽക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുക. ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും എല്ലാവരും ഒന്നിച്ച്, ക്രൈസ്തവ സഹോദരങ്ങൾ ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി പോകുന്ന ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് വഴിക്കടവിൽ ഒരു ഇതുമില്ലാതെ എപ്പോഴും ഒന്നിച്ചു പോകുന്ന സമൂഹമാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികള് ഇന്ന് കുരിശിന്റെ വഴി പങ്കുകാരാകുമ്പോൾ ഒരു മാറ്റത്തിന് തയ്യാറാകണം. നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾക്ക്, വേദനിക്കുന്ന വ്യക്തികൾക്ക് ക്രിസ്തുവിനെ സാന്ത്വനമാകുവാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുവാൻ നമ്മൾ യോഗ്യരാണ്. എല്ലാ മതവിഭാഗങ്ങളും പഠിപ്പിക്കുക സ്നേഹത്തെക്കുറിച്ചാണെങ്കിൽ സ്നേഹം വിട്ട് കളിക്കരുത്, സ്നേഹത്തിന് വേണ്ടി ജീവൻ വഴികെ നിൽക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ അനുയായികളായ നമ്മൾ ഇന്ന് കുരിശിന്റെ വഴിയിൽ പങ്കുകാരാകുമ്പോൾ സ്നേഹമുള്ളവരെ, ഗുരുവിന്റെ പാത നമുക്ക് ഒരിക്കൽ കൂടി പിഞ്ചെല്ലാം.
ക്രൂശിനെ നോക്കിക്കൊണ്ടുള്ള യാത്രയിൽ മറ്റൊന്നും നോക്കാതെ നമ്മുടെ രക്ഷ കുരിശിലാണെന്നുള്ള സന്ദേശം ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ട് ഒരു മാറ്റത്തിന് നമുക്ക് തയ്യാറാകാം. നമുക്ക് മുസ്ലിം സഹോദരൻ നോമ്പിലാണ്, എല്ലാ മതവും നമുക്കറിയാം. ഹൈന്ദവ സഹോദരൻ നോമ്പ് നോക്കി മല കയറാറുണ്ട്. ക്രിസ്ത്യാനികളെ നമ്മളും നോമ്പിലാണ്. അപ്പം നോമ്പ് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അടുത്തുക, എല്ലാവരെയും ഒന്നിച്ച് സ്നേഹിച്ചുകൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, വിവിധ ഇടവകളിൽ വന്നിരിക്കുന്ന എല്ലാവരെയും തമ്പുരാൻ സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ഈ കുരിശിന്റെ വഴി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ഏവരെയും അനുഭവത്തോടുകൂടി ആശീർവാദത്തോടുകൂടി കുരിശിന്റെ വഴിക്ക് എല്ലാ നന്മകളും നേരുന്നു. പോകുന്ന വഴിയും പ്രദേശവുമെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ഈ കുരിശിന്റെ വഴിയിലേക്ക് യാത്രയാണ്. കഴിഞ്ഞ വർഷം പോയതുപോലെ തന്നെ 2 ലൈനായിട്ടാണ് പോവുക. എല്ലാവരും ശ്രദ്ധയോടുകൂടി മറ്റു വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ നമുക്ക് യാത്ര തുടരാം. മുമ്പില് ഒരു വാഹനവും പുറകില് മറ്റൊരു വാഹനവും ഉണ്ടാകും. ആ കുരിശിന്റെ വഴികൾ ചെല്ലുന്ന സമയത്ത് ധ്യാനപൂർവ്വം നിന്നും മുട്ടുകുത്തിയും ഒക്കെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഗാനങ്ങൾ ആലപിക്കുമ്പോൾ മുമ്പോട്ട് നടക്കും. അസ്വസ്ഥതകളോ തലകറക്കമോ ഉണ്ടെങ്കിൽ പുറകില് ആംബുലൻസ് ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടതാണെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. വോളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നിങ്ങൾക്കുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നതായിരിക്കും. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിഗണിക്കുവാൻ തിരുമനസ്സ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നങ്ങ് അളിച്ചതിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെ രക്തത്തിന്റെ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് ഞങ്ങളെ അറിയിച്ച കർത്താവേ. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകൾ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
കാരുണ്യത്തോടെ ഞങ്ങളെ തൃക്കൺ പാർക്കണേ. കാരുണ്യത്തോടെ ഞങ്ങളെ തൃക്കൺ പാർക്കണേ. പീലാത്തോസ് അന്യായമായി ഈശോയെ കൊല്ലുവാനായി വിധിച്ചു. നമ്മുടെ കാരുണ്യത്തോടെ ഞങ്ങളെ തൃക്കൺ പാർക്കണേ. കാരുണ്യത്തോടെ ഞങ്ങളെ തൃക്കൺ പാർക്കണേ. ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ദർശനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിന്റെ പാപ പരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയുടെ ഏറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശ് മരണത്തിൽ വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമറുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പരിശുദ്ധിക്കണമേ. എല്ലാ പ്രാവശ്യവും ഓരോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഈ പാട്ട് കഴിയുമ്പോഴത്തേക്ക് നിർത്താം. പിന്നെ നോക്കി എടുത്തിട്ട് സാധിക്കും.
സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഞങ്ങളെ കേൾക്കുമിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാണല്ലോ തീരം രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാവോലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാവാതെ അവയെല്ലാം അങ്ങേ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിസ്ഥിതിയാകുന്നവരെ കൃഷ്ണനായ കർത്താവിന്റെ തിരുമരുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചർപ്പിക്കണമേ. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ജാഗ്രതയിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തി വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അതാർക്ക് ലഭിക്കണമെന്ന് ചീട്ടിയിട്ട് തീരുമാനിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായി, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലും പതിവ് ചേർത്തിരിക്കണമേ. ശിക്ഷിക്ക
സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം കഴിക്കും. അങ്ങേ പോലെ പ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിലായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചേൽപ്പിക്കണമേ.
14 സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യോസേഫ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കോദെമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂദന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരുന്നത് കൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങനെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ കഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല. മരണമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും നമ്മുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ നിറയേറ്റ് പതിച്ചുറപ്പിക്കണമേ.
സ്നേഹമുള്ളവരെ, നമുക്ക് ചെറിയൊരു സന്ദേശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കാം. ഇരിക്കണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം. ഒരു 10-15 മിനിറ്റ് നേരത്തെ കയറി വന്ന് സന്ദേശം ശ്രമിച്ച് വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദവും വിശുദ്ധ കുരിശ് എത്താനുള്ള സൗകര്യവും നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. മുണ്ടേരി പള്ളിയുടെ വികാരിയായി അണിമോളി ഫൊറോനയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിമ്മി ഓലിക്കലച്ചനാണ്. അച്ഛനേറെ സ്നേഹത്തോടുകൂടി ഈ ദിവസത്തിൻ്റെ സന്ദേശം നൽകുവാനായിട്ട് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അണിമോളി നിലമ്പൂർ റീജിയണൽ സെന്റ് ജോസഫ് തോമസ് മണക്കുന്നിലച്ച, ബത്തേരി രൂപതയുടെ എടക്കര ഫൊറോനയുടെ ഇൻചാർജ് ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, KCYM-ന്റെ രൂപത മേഖല തലത്തിലെ ഭാരവാഹികളെ, പ്രിയ മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്ര വഴിക്കടവിൽ നിന്നും നാടുകാണിയിലെത്തുമ്പോൾ അത് തീരുന്നില്ല എന്ന് നമുക്കറിയാം. അനുദിന ജീവിതത്തിൽ കുരിശിന്റെ വഴിയെ നടക്കുന്നവരാണ് നമ്മളെല്ലാം. ചിലപ്പോഴെങ്കിലൊക്കെ നമ്മൾ വിചാരിക്കും ജീവിതത്തിന്റെ വഴി കുരിശാണെന്നും കുരിശിന്റെ വഴിയാണെന്നും ഒക്കെ പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് ആണ്. അല്ല, ജീവിതത്തിലുടനീളം നമ്മൾ നടക്കുന്ന വഴികൾ വിശുദ്ധ കുരിശിന്റെ വഴികളാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചില പ്രാർത്ഥനകളിലൂടെയാണ് നമ്മൾ വഴിക്കടവ് മുതൽ ഈ ചുരത്തിന്റെ പകുതി ഭാഗം വരെ എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ പറഞ്ഞതും പ്രാർത്ഥിച്ചതും അതുതന്നെയാണ്. പുണ്യശ്ലോകനായ യശശരീരനായ ബഹുമാനപ്പെട്ട ആബേലച്ചൻ അത് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെയുള്ള ഒരു തീർത്ഥയാത്രയാണ്. കുരിശിന്റെ വഴിയാണ് എന്റെ ജീവിതം എന്ന് പലപ്പോഴും പറയുമ്പോഴും അതിന് നെഗറ്റീവ് മീനിങ് ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നതെങ്കിലും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ഒരു തീർത്ഥയാത്രയാണ്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് നോമ്പിന്റെ അവസാന ദിവസങ്ങൾക്ക്, ഈ വലിയ ആഴ്ച തുടക്കത്തിലല്ല, ഇത് നോമ്പിന്റെ ആരംഭത്തിൽ നടത്തേണ്ട ഒരു തീർത്ഥയാത്രയായിരുന്നു. കാരണം നോമ്പിന്റെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മൾ ഈ തീർത്ഥയാത്രയുടെ സുഖം അനുഭവിച്ചുകൊണ്ടേ വരണം. ഈ തീർത്ഥയാത്രയുടെ സുഖം അതിവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം, നല്ല വേർത്ത് ചെറിയൊരു കാറ്റിന് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖമല്ല. ജീവിതത്തിന്റെ കുരിശിന്റെ വഴിയിലൂടെ നടന്നു വരുമ്പോ നമുക്ക് അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം നമ്മൾ ഈ 14 സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചു തീർന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ആദ്യ ദിവസങ്ങളിൽ നടത്തേണ്ടിരുന്ന കാൽവരി യാത്രയായിരുന്നു. ഇത് കാൽവരി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. കാൽവരി 2023. ഇതൊരു കാൽവരി യാത്രയാണ്. കാൽവരിയിലേക്കുള്ള തമ്പുരാന്റെ യാത്ര അത്ര സുഖകരമായ യാത്രയായിരുന്നില്ല എന്ന് നമുക്കറിയാം.
കർത്താവ് നമുക്ക് വേണ്ടി എത്ര വേദന അനുഭവിച്ച് ബുദ്ധിമുട്ടി നടത്തിയ കാൽവരി യാത്രയുടെ ഒരു യാത്രയാണ് ഇവിടെ നടക്കുന്നത്. ഈ യാത്രയിൽ നമ്മൾ കടന്നുപോയ ഓരോ വഴികളിലും നമ്മൾ ഒരു വേള കാൽവരിയിലേക്കുള്ള തമ്പുരാന്റെ യഥാർത്ഥ യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചവരായിരുന്നു. അവരെ വ്യക്തിയായിട്ട് അത് നേരിട്ട് കണ്ടതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടാണോ, ഹൃദയത്തിൽ ധ്യാനിച്ചിട്ടാണോ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ വീഴ്ചകളും മുറിവുകളും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിന്റെ വഴികളിൽ അത് ദാമ്പത്യ ജീവിതം, കുടുംബജീവിതമായിക്കൊള്ളട്ടെ, അത് ഏകസ്ഥ ജീവിതമായിക്കോട്ടെ, അത് വൈദിക ജീവിതമായിക്കോട്ടെ, അത് സന്യസ്ത ജീവിതമായിക്കോട്ടെ, അത് ഏതെങ്കിലുമൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്ന ജീവിതമായിക്കോട്ടെ, ഏതെങ്കിലും സംഘടനയുടെ പ്രവർത്തകരായിട്ടുള്ള ജീവിതമായിക്കൊള്ളട്ടെ, അവിടെ എല്ലാം മുറിവുകളും വീഴ്ചകളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുരിശിന്റെ വഴി ഒരു നെഗറ്റീവ് മീനിങ് അല്ല. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ മുറിവുകളും കുരിശുകളും ഉണ്ടാകുമ്പോ, വീഴ്ചകൾ ഉണ്ടാകുമ്പോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ കൈനീട്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ഈ നോമ്പിന്റെ ആദ്യ ദിവസങ്ങളിലാണ് നമ്മൾ ഈ കുരിശിന്റെ വഴി നടത്തിയിരുന്നെങ്കിൽ ഈ പ്രാർത്ഥന കുറച്ചുകൂടി ശക്തമായിരുന്നു. കർത്താവേ, ഞങ്ങൾ ഈ വഴികളിലൂടെ എല്ലാം നടന്നു പോകുമ്പോ, ഈ നോമ്പിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോ ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളുണ്ട്, ഞങ്ങൾക്ക് ചില പ്രാർത്ഥനകളുണ്ട്. കർത്താവേ, ഞങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്ന അവസരങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കുരിശ് താങ്ങാൻ ആരുമില്ലെന്നോർത്ത് ഞങ്ങൾ വേദനിക്കുന്ന അവസരങ്ങളിൽ, ഞങ്ങളുടെ ചുറ്റുമുള്ളവർ പലരും കുരിശ് വഹിക്കുന്നു എന്ന ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോ ശിമയോനെ പോലെ ഓടിച്ചെന്ന് സഹായിക്കാൻ നമ്മളിങ്ങനെ കുരിശിന്റെ വഴിയിൽ പ്രാർത്ഥിക്കും. ാണോ ഈ പ്രാർത്ഥനകൾ ചൊല്ലിത്തീർക്കും നമ്മൾ ആലോചിക്കണം. 5-ാമത്തെ സ്ഥലത്തില് ശിമയോൻ ഈശോയെ സഹായിക്കുന്ന അവസരം എത്തുമ്പോ നമ്മളിങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവർ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശിമയോൻ ഇങ്ങനെ വയലിൽ നിന്ന് കയറി വന്നിട്ട് കർത്താവിന്റെ കുരിശിന്റെ തുമ്പിൽ പിടിച്ചിട്ട് അല്പനേരത്തേക്ക് ഞാൻ ചുമക്കാം, നീ ഒന്ന് വിശ്രമിക്കെന്ന് പറഞ്ഞിട്ട് ശിമയോൻ ഈശോയുടെ അടുത്തുനിന്ന് ഈ കുരിശിൽ മാറി നിൽക്കുമ്പോ ഉള്ളിലൊരു പ്രാർത്ഥന, അപേരച്ചിന്റെ കൂടെ നമ്മളെല്ലാം കൂടെ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ശിമയോന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ സകല ആവശ്യങ്ങളും, എന്റെ സകല ഇഷ്ടങ്ങളും, എന്റെ സകല താല്പര്യങ്ങളും, എന്റെ സകല സുഖങ്ങളും, എന്റെ സകല സമ്പത്തും മാറ്റിവെച്ചിട്ട് ഞാൻ നിന്നെ വന്ന് സഹായിക്കുമായിരുന്നു. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. ഇവിടെ നിൽക്കുന്ന എത്ര യുവജനങ്ങൾക്ക്, ഇവിടെ നിൽക്കുന്ന എത്ര അമ്മമാർക്ക്, എത്ര അപ്പന്മാർക്ക്, ഇവിടെ നിൽക്കുന്ന എത്ര കുഞ്ഞുമക്കൾക്ക് പറയാൻ പറ്റും, എന്റെ ജീവിതത്തിന്റെ സകല സുഖങ്ങളും, സകല താല്പര്യങ്ങളും, സകല സമ്പത്തും മാറ്റിവെച്ചിട്ട് ആരെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ കുരിശ് വഹിക്കുന്നത് കാണുമ്പോൾ, അത് മുറിവിന്റെ ആയിക്കൊള്ളട്ടെ, അത് പട്ടിണിയുടെ ആയിക്കൊള്ളട്ടെ, അത് പരിത്യക്തത ആയിക്കൊള്ളട്ടെ, അത് ഒറ്റപ്പെടലിന്റെ ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള കുരിശ് വഹിക്കുമ്പോ സാരമില്ലെന്നേ ഞാൻ കൂടെ ഉണ്ടെന്ന് ശിമയോനെ പോലെ പറയാൻ ധൈര്യമുണ്ടാവുന്ന, ജീവിതത്തിലുള്ള സകലത മാറ്റി നിർത്തിയിട്ട് സകലത വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആരെങ്കിലും സഹായിക്കാൻ നമ്മൾ ആരും ധൈര്യപ്പെടുമോ? അങ്ങനെ ധൈര്യപ്പെടുമായിരുന്നെങ്കിൽ, അങ്ങനെ ധൈര്യപ്പെടുന്ന പ്രാർത്ഥിക്കണമായിരുന്നെങ്കിൽ നമ്മുടെ ഈ കുരിശിന്റെ വഴി നമ്മുടെ നോമ്പിന്റെ ആദ്യ ദിവസങ്ങൾ വേണമായിരുന്നു. നമ്മൾ നോമ്പിന്റെ കാലങ്ങളെടുത്ത തീരുമാനങ്ങളിൽ, നമ്മൾ നോമ്പിന്റെ കാലങ്ങളെടുത്ത പ്രതിജ്ഞകളിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റണമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ നടത്തണമായിരുന്നു. എന്റെ ജീവിതത്തിലെ സകല സുഖങ്ങളും മാറ്റിവെച്ചിട്ട്, ഈ ലോകം തരുന്ന സകല സാധ്യതകളും മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ കുരിശിന്റെ തുമ്പിൽ അല്പനേരത്തേക്ക് താങ്ങാൻ ഞാൻ തയ്യാറാകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വഴികളിൽ ഇങ്ങനെയുള്ള കുരിശ് താങ്ങുന്നവരെ കണ്ടിട്ടില്ലേ? ഒരു നേരത്തെ അന്നം കഴിക്കാൻ സാധ്യതയില്ലായിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്ന എത്രയോ പാവങ്ങൾ കുരിശ് വഹിച്ചുകൊണ്ട്, പട്ടിണിയുടെ കുരിശ് വഹിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ സ്നേഹത്തിന്റെ കരുണയുടെ അന്നം വിളമ്പാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ ഇതുപോലുള്ള കാൽവരിയിലെ യാത്രകളിലാണ് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത്. കുരിശിന്റെ വഴിയുടെ പ്രാർത്ഥനകളിൽ 12-ാമത്തെ സ്ഥലത്തെത്തുമ്പോഴാണ് ആ തുറവയുടെ വലിയ പാഠം എഴുതി വെച്ചിരിക്കുന്നത്. കഥ പറയുന്നു, ചരിത്രം പറയുന്നു, കർത്താവിന്റെ കുരിശിന്റെ കീഴിൽ നിന്ന് കർത്താവിന്റെ നെഞ്ചിലേക്ക് കുന്തം കുത്തി കയറക്കിയ ആ ശതാധിപൻ താഴെ നിന്ന് പറഞ്ഞു അത്രേ. ആ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോഴ് അവന്റെ നെഞ്ചിൽ നിന്നും ഉതിർന്നു വീണ വെള്ളവും രക്തത്തിലും ഒരു തുള്ളി ആ താഴെ നിന്ന ഒറ്റക്കണ്ണനായ ശതാധിപന്റെ കണ്ണിൽ വീണു അത്രേ. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു, ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. ജീവിതത്തിന്റെ വലിയ ഒരു കാഴ്ചയിലേക്ക്, ജീവിതത്തിന്റെ വലിയൊരു കാഴ്ചപ്പാടിലേക്ക്, ഒരു പുതിയ തുറവിയിലേക്ക് ഈ കുരിശിന്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇവൻ യഥാർത്ഥ ദൈവപുത്രനായിരുന്നെന്ന്? നോമ്പിന്റെ ആദ്യ ദിവസങ്ങൾ നമ്മൾ മത്തായി ശ്ലീഹായുടെ 4-ാം അധ്യായത്തിൽ വായിച്ചു
വായിച്ചു കേട്ടു. ഈ പിശാച് വന്നിട്ട് അവളോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ചെയ്യേ ചില കാര്യങ്ങൾ, നീ ദൈവപുത്രനാണെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, നീ ദൈവപുത്രനാണെങ്കിൽ നീ ഇവിടെ ഇങ്ങനെ ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു നിർത്തിയിട്ട് നിന്റെ അത്ഭുതങ്ങൾ കാണിക്ക്, സർക്കസുകാർ കാണിക്കുന്നത് പോലെ നിങ്ങൾ അഭ്യാസങ്ങൾ കാണിക്ക്. അവൻ പറഞ്ഞു, ഇതുകൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിലാണ് ഞാൻ ജീവിക്കേണ്ടത്. ആ ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിഞ്ഞ സദാശിവൻ പറയും, 12-ാം സ്ഥലത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. അവന് നെഞ്ചിൽ നിന്ന് മുതിർന്നു വന്ന രക്തവും വെള്ളവും കണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുദിനം വിശുദ്ധ കുർബാനയിലൂടെ കടന്നു പോകുമ്പോൾ ഈ രക്തത്തിലൂടെയും ഈ ശരീരത്തിലൂടെയും ഒക്കെ നമ്മുടെ ശരീരത്തെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വിശുദ്ധ കുദാശകൾ സ്വീകരിക്കുന്നതിന്റെ അഭിമാനത്തിന്റെ ഉത്തുന്ന ശ്രദ്ധത്തിൽ നിന്നിട്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ ദൈവപുത്രനാണ്, യഥാർത്ഥ ദൈവപുത്രനെ തിരിച്ചറിയാൻ നമ്മുടെ കുദാശകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടോ? അനുദിന വിശുദ്ധ കുർബാനയിൽ വേണ്ട, അനുദിന എല്ലാ ഞായറാഴ്ചയുള്ള വിശുദ്ധ കുർബാനയിൽ ഇതൊരു അനുഷ്ഠാനം മാത്രമാക്കി മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ഈ യഥാർത്ഥ നീതിമാനായ ദൈവപുത്രനെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ കുരിശിന്റെ വഴി ഇതുപോലുള്ള ഒരു തിരിച്ചറിവിന്റെ കുരിശിന്റെ വഴിയാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വെറും നെഗറ്റീവ് മീനിങ് ഉള്ള കുരിശിന്റെ വഴിയല്ല. നമ്മുടെ ഏത് ജീവിതം തിരഞ്ഞെടുത്താലും ആ കുരിശ് സന്തോഷത്തോടെ സഹിക്കാൻ തയ്യാറാണ്. എന്തിനാണ് കർത്താവ് ഈ കുരിശ് എടുത്തത്? ഇതിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ എഴുതും, സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ കുരിശ് സ്നേഹത്തിന് വേണ്ടി, സ്നേഹം സ്ഥാപിക്കാൻ വേണ്ടി, സ്നേഹിതർക്ക് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി തോളിലേറ്റിയ കുരിശാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ജീവിത അവസ്ഥയിലേക്ക് വന്നാലും, ഏത് ജീവിതം തിരഞ്ഞെടുത്താലും അതൊക്കെ നമ്മുടെ സ്നേഹിതന് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി, നമ്മുടെ സഹോദരന് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി, നമ്മുടെ സഹയാത്രികർക്ക് വേണ്ടിയൊക്കെ നമ്മൾ തോളിലേറ്റുന്ന സ്നേഹത്തിന്റെ കുരിശാണ് എന്ന ബോധ്യത്തോടുകൂടി ഇങ്ങനെയുള്ള കുരിശിന്റെ വഴിയിലൂടെ നടക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഓരോ വർഷത്തെയും നോമ്പിന് അതിൻ്റെതായ അർത്ഥമുണ്ടാകുന്നത്. അതല്ലാതെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ചോദിച്ചാൽ നോമ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അല്പം മാറ്റി നിർത്തിയ കോഴിയും മുട്ടയും ഒന്നുമല്ല. ജീവിതത്തിൽ ചില പുതിയ പ്രതിജ്ഞകൾ എടുക്കാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ തോൽവിയിലേക്ക് കണ്ണുകൾ തുറക്കാനും വേണ്ടി നമ്മൾ 50 ദിവസം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ 51ാമത്തെ ദിവസം അതിന്റെ പുണ്യവും അതിന്റെ നന്മയും നമ്മുടെ ഉള്ളിലുണ്ടാവണം. 50 ദിവസത്തേക്ക് നാം മാറ്റി നിർത്തിയത് ദുശീലങ്ങൾ 51ാം തീയതി വീണ്ടും തുടങ്ങുന്നതല്ല. അതായിരിക്കരുത് നമ്മുടെ നോമ്പ്. നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ 50 ദിവസം എനിക്ക് ഉപേക്ഷിക്കാമായിരുന്ന ചില ദുശീലങ്ങൾ 51ാം ദിവസം തുടർന്നില്ലെങ്കിൽ ഞാൻ മരിച്ചൊന്നും പോവില്ലെന്ന് സ്വന്തം ഉള്ളിൽ തീരുമാനമെടുക്കാനും അതനുസരിച്ച് ഈ പ്രാർത്ഥനകളിൽ നമ്മൾ ചൊല്ലുന്നത് പോലെ പഴയ മനുഷ്യൻ ഒഴിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കാൻ നമ്മൾ തയ്യാറാകണം. നാളെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ കുരിശിന്റെ വഴികളുടെ പ്രാർത്ഥനകളിലൂടെ ഓരോ വെള്ളിയാഴ്ചകളുമല്ല, ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള പ്രാർത്ഥനയിലായിരിക്കണം. ഞാൻ പഴയ മനുഷ്യനെ 50 ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി പഴയ മനുഷ്യനെ 51ാമത്തെ ദിവസം വീണ്ടും എടുത്ത് ധരിക്കാനല്ല, പഴയ മനുഷ്യനെ അവിടെ തന്നെ കടന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കാൻ ഞാൻ തയ്യാറാകണം. അതിനുവേണ്ടി എന്നെ ഒരുക്കണം. കർത്താവേ, നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല, അങ്ങേ കൂടാതെ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ലെന്ന പ്രാർത്ഥനയോട് കടന്നു പോകുമ്പോൾ അവൻ കൂടെ ഉണ്ടാകുമ്പോഴാണ്, അവൻ കൂടെ ഉള്ളപ്പോഴാണ്, അവൻ കൂടെ ഉണ്ടായാൽ മാത്രമാണ് എന്റെ ജീവിതത്തിൽ പുതിയ മനുഷ്യനെ ധരിക്കാൻ എനിക്കാകുള്ളൂ. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. എവിടെയൊക്കെയാണ് നമുക്ക് സിമിയോന്മാരാകാൻ സാധിക്കുന്നത്? ജീവിതത്തിന്റെ മുറിവിന്റെ മേഖലകളിൽ, മുറിവിന്റെ വഴികളിലൂടെ നിണമണിഞ്ഞ മുഖങ്ങളുമായി നമ്മുടെ മുമ്പിൽ അണിയുന്ന എത്ര പേരുടെ മുഖം വേറൊരിക്കയെ പോലെ തുടയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റാരും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന ചിന്ത ഉള്ളിൽ സൂക്ഷിക്കാൻ എപ്പോഴെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മറ്റുള്ളവരെന്ത് പറയും? ചില നന്മകൾ ചെയ്യുമ്പോഴാണെങ്കിലും, ചില പ്രസ്ഥാനങ്ങളിലേക്ക്, ഇപ്പൊ ചില പുതിയ പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്ത മറ്റുള്ളവരെന്ത് പറയും എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ് എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. എനിക്കതിനെക്കുറിച്ച് എന്ത് ന്യായീകരണം പറയാനുണ്ട്? ഞാൻ എന്തിനാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുരിശിന്റെ വഴി യാത്ര? ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും ഉള്ളിൽ വലിയ നിയോഗങ്ങൾ ഉണ്ടാകുന്ന എനിക്കറിയാം. ചിലരൊക്കെ ഞാൻ കണ്ടു, ചെരുപ്പ് പോലും ഉപേക്ഷിച്ചിട്ട് ഈ വറചട്ടി പോലെ ചുട്ടുകൊള്ളുന്ന ഈ റോഡിലൂടെ നടന്നു നീങ്ങുന്നവർക്ക് എത്രയോ വലിയ നിയോഗങ്ങളായിരിക്കും. അവരൊക്കെ ഒരുപക്ഷെ കണ്ടു മറന്നുപോയ ഒരുപക്ഷെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറ്റാത്ത മുറിവേറ്റ കർത്താവിന്റെ മുഖങ്ങൾ ഇപ്പോഴും അവരുടെ മുമ്പിലുണ്ടാവും. ഈ മുഖങ്ങളിലൊക്കെ തുടക്കാൻ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുണ്ടായിരിക്കാം അവർ ഈ ചുട്ടുപൊള്ളിയ ഈ വഴിയിലൂടെ നടന്ന് ഈ കുരിശിന്റെ വഴിയിൽ വന്നത്. പ്രിയപ്പെട്ടവർ, ഓർക്കുക, ഈ അവസരം ഇനിയും, നിങ്ങളുടെ അവസരങ്ങൾ ഇനിയും കഴിഞ്ഞു പോയിട്ടില്ല. ഈ ജീവിതത്തിൽ ഒത്തിരിയേറെ വസന്തങ്ങൾ ബാക്കിയുണ്ട്. ഇതുപോലുള്ള വഴികൾ പലപ്പോഴും പല വേറോനിക്കമാർക്ക് സംഭവിക്കുന്നത് പോലെ യേശുവിനെ കണ്ടെത്താൻ മുറിവേറ്റ മുഖത്ത് തുടയ്ക്കാൻ പാകത്തിന് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കാരുണ്യത്തിന്റെ,
നിങ്ങളുടെ സ്നേഹത്തിന്റെ, നിങ്ങളുടെ കരുതലിന്റെ തൂവാലകൾ സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് യാതൊരു സംശയമില്ല. കാലം കഴിഞ്ഞു പോയിട്ടില്ല, കാലം തീർന്നു പോയിട്ടില്ല, നമ്മുടെ ആയുസ്സിനെയും തീർത്തിട്ടില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ജീവനോടുകൂടിയാണ് നിൽക്കുന്നത്. നാളെ നേരം എടുക്കുമ്പോൾ നമ്മൾ എത്ര പേര് ജീവനോടുണ്ടാകും നമുക്ക് ഉറപ്പില്ല. എങ്കിൽ പോലും കർത്താവ്, പ്രിയപ്പെട്ടവരെ, ഇപ്പോ നമ്മൾ ജീവനോടെയാണ്. നമുക്ക് മുറിവേറ്റ കർത്താവിന്റെ കാൽപ്പാടുകൾ പിന്തുടരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പറയും, ഈ കുരിശിന്റെ വഴി നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, നിന്റെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിൻചെല്ലാൻ ഞങ്ങൾ തയ്യാറാണ്. നിന്റെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ. പ്രിയപ്പെട്ടവർ ഓർക്കുക, നമ്മളൊക്കെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നവരാണോ, അതോ ആരുടെയെങ്കിലുമൊക്കെ കാൽപാദങ്ങൾ രക്തം പടർത്താൻ പരിശ്രമിക്കുന്നവരാണോ? നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പരിതപിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാണ് നിന്റെ തോളിലെ കുരിശിന്റെ ഭാരം കൂട്ടിയതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവർ ഓർക്കുക, ഈ കർത്താവിന്റെ ജീവിതത്തിലെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ കർത്താവിന്റെ കുരിശിന്റെ ഭാരം കൂട്ടാൻ പാകത്തിന് നമ്മൾ പാപം ചെയ്ത് വീണ്ടും വീണ്ടും ഈ കുരിശിന്റെ ഭാരം കൂട്ടുവാണോ, അതോ മറ്റുള്ളവർക്ക് നന്മ ചെയ്തും അവരെ കരുതലോടെ കരുണയോടെ കണ്ടും ഈ കുരിശിന്റെ ഭാരം കുറയ്ക്കുകയാണോ? നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് കുരിശുകൾക്ക് ഭാരം കൂട്ടലാണ്. മറ്റുള്ളവരുടെ കുരിശ് താങ്ങാൻ ഒരു തോള് ചായച്ചു കൊടുക്കുന്നതിന് പകരം അവരുടെ തോളിലേക്ക് വീണ്ടും വീണ്ടും കുരിശുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാറുണ്ട്. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ താൻപോയും ഞാനെന്ന ഭാവവും എന്റെ സമ്പത്തും എന്റെ സാധ്യതകളും എന്റെ സ്വാധീനവും ഒക്കെ പലപ്പോഴും നമ്മളെ മറ്റുള്ളവർക്ക് മുമ്പിൽ കുരിശാക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് കുരിശ് പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. ഈ നോമ്പ് കാലത്തിന്റെ അവസാനത്തിന്റെ ദിവസത്തിലെത്തുമ്പോൾ, ഈ വലിയ ആഴ്ച, ഈ വിശുദ്ധ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറയപ്പെട്ടവരെ, പുതിയ മനുഷ്യനെ ധരിക്കാൻ, പഴയ മനുഷ്യനെ പൂർണ്ണമായി മാറ്റിവെച്ചിട്ട്, പഴയ മനുഷ്യനെ സകല കൊള്ളരായ്മകൾ മാറ്റിവെച്ചിട്ട്, അതിന് നന്മകൾ മാത്രം ധരിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് പുതിയ മനുഷ്യനെ ധരിക്കാൻ, പുതിയ മനുഷ്യനെ ജീവിക്കാൻ ഇന്ന് മുതൽ നമുക്ക് സാധിക്കട്ടെ എന്ന് കർത്താവിന്റെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ, ഈ നോമ്പ് ദിവസങ്ങളെല്ലാം നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, നല്ല പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഓശാന ഞായറാഴ്ചയായിരുന്നു. നമ്മുടെ ജീവിതമാകുന്ന ഒരു തോലകൾ ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരിക്കലും തളരില്ലെന്ന്, കഴുതയായി മാത്രമല്ല കുതിരയേക്കാൾ ശക്തിയുള്ളവനായ നീയൊക്കെ ഇനിയും ഈ ലോകത്ത് ജീവിക്കണമെന്ന് തമ്പുരാൻ ഓർമ്മിപ്പിച്ച ഈ ഓശാന ഞായറാഴ്ചയും ജീവിതത്തിൽ എപ്പോഴും മുറിയാനും മുറിച്ചു കൊടുക്കാനും തയ്യാറാകാൻ, കൂടെ നിൽക്കാൻ എപ്പോഴും വിശുദ്ധ കുർബാനയായി ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കടന്നു വരാൻ പോകുന്ന പെസഹ, ശുശ്രൂഷയുടെ പൗരോഹിത്യത്തിന്റെ, ശുശ്രൂഷയുടെ ജീവിതത്തിന്റെ ഒക്കെ ശക്തി ഓർമ്മിപ്പിക്കുന്ന ഈ പെസഹ തിരുനാൾ, ദുഃഖവള്ളി. നമുക്കറിയാം, കുരിശിന്റെ വഴിയിലൂടെ നടക്കുന്നതിന് ജീവിതത്തിന്റെ വലിയ നന്മകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ദുഃഖവള്ളി. ഇനി വേണ്ട, ഈ ലോകത്തില് ആദ്യം നമുക്ക് ബോധമോ ബുദ്ധിമോ വിവരമോ ഇല്ലായിരുന്ന ഒരു ദിവസം നമുക്ക് വേണ്ടി തലതൊട്ടപ്പുറം തലതൊട്ടമ്മ ഏറ്റു പറഞ്ഞ് വിശ്വാസം പറഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് ഇനിയും കർത്താവെ പൂർണ്ണ ബോധ്യത്തോടുകൂടി ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന വലിയ ശനിയാഴ്ച, മഹത്വത്തിന്റെ വലിയ പ്രതീക്ഷയുടെ ഉത്ഥാനത്തിന്റെ ദിവസവും നമ്മളെ കാത്തിരിക്കുന്നു. ഈ വലിയ ആഴ്ചയിൽ നമ്മൾ പുതിയ മനുഷ്യരാവാൻ വേണ്ടി പൂർണ്ണമായി വളരുകയാണ്. ഈ 50 ദിവസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ പരിസമാപ്തിയിലെത്തുന്ന ഈ ദിവസം ഇതൊരു പുതിയ മനുഷ്യന്റെ ജനനമാണ്. ഇത് കർത്താവ് വാടകയ്ക്കെടുത്ത കല്ലറയിലേക്ക് തന്നെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ നമ്മളിവിടെ പുതുജന്മമായി ഉയരുകയാണ്. നമ്മൾ പീലാത്തോസിന്റെ ഭവനത്തിൽ നിന്നും ഒരിക്കലും തെറ്റ് ചെയ്യാതിരുന്നിട്ടും ആരോപിച്ചതിന്റെ പേരിൽ ഏൽപ്പിക്കപ്പെട്ട കുരിശും, പിന്നെ അങ്ങോട്ട് കാൽവരിയിലെ വേദനകളെല്ലാം തീർന്നിട്ട് വാടകയ്ക്കെടുത്ത കല്ലറയിലെ ജീവിത സമർപ്പണവും. പ്രിയപ്പെട്ടവരെ, ഈ വാടകയ്ക്കെടുത്ത കല്ലറയിലെ ജീവിതം അത് ദൈവത്തിന്റെ ജീവിതമാണെന്നും ആ ദൈവത്തിന്റെ ജീവനിൽ നിന്നാണ് അർപ്പിക്കപ്പെട്ട മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ മരണത്തിൽ നിന്നും, മരണ സംസ്കാരത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, പാപ സംസ്കാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി മോചന ദൈവമായി മാറിയവന്റെ ആ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. അത് പുതിയ മനുഷ്യനായി, പുതിയ വ്യക്തിയായി, പുതിയ വ്യക്തിത്വമായി, പുതിയ ചിന്തകളോടെ, പുതിയ തീരുമാനങ്ങളോടെ, പുതിയ പ്രതിജ്ഞകളോടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ദിവസം അടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ വന്നിരിക്കുന്ന ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പല പ്രതിജ്ഞകൾ എടുക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ, വേദനയോടുകൂടി ഞാൻ ഈ തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത വിധം പൂർണ്ണബോധ്യത്തോടുകൂടി ആ വാടകയ്ക്കെടുത്ത കല്ലറയിൽ ചേർന്നിട്ട് കർത്താവിന്റെ കബറെടുത്തെങ്കിൽ മുട്ടുകുത്തിന്നിട്ട് അരുതിന് വിശുദ്ധ കുർബാന കർത്താവിന്റെ കബറിടമേ സൃഷ്ടി ഈ ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടെ എന്ന പൂർണ്ണബോധ്യത്തോടുകൂടിയാണ് പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഈ നോമ്പ് കാലത്തിന്റെ അവസാന ദിവസങ്ങൾ എത്തുമ്പോ ഈ കാൽവരി യാത്രയിൽ നമ്മളിവിടെ എത്തി നിൽക്കുമ്പോ നമുക്ക് പറയാൻ പറ്റണം, ഇനി ഇവിടെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് പുതിയ മനുഷ്യനാവണം, പുതിയ ചിന്തകളുള്ള പുതിയ ജീവിതത്തിന്റെ മനുഷ്യൻ. അങ്ങനെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ ത്യാഗം സഹിച്ച് ഈ വറചട്ടി പോലെ ഈ ചുട്ടുകൊള്ളുന്ന റോഡിലൂടെ ഇവിടെ വന്നിട്ടാണ്, ഇത്രയും വലിയ വെയിൽ കൊണ്ട് ഇവിടെ വന്നിട്ട് ഇതൊരു വെറും യാത്രയായി മാത്രമേ, ഇതൊരു തീർത്ഥാടനമാണ്.
തീർത്ഥാടനം നമുക്കറിയാം, അത് വിശുദ്ധരുടെയും വിശുദ്ധിയുടെയും ഒക്കെ സാന്നിധ്യം അറിഞ്ഞ് കടന്നു പോകുന്ന യാത്രയാണ്. ഈ കുരിശിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധരുടെയും വിശുദ്ധിയുടെയും സാന്നിധ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈ തീർത്ഥയാത്ര സന്തോഷത്തിന്റെ യാത്രയാവട്ടെ. ഇത് പുതിയൊരു മനുഷ്യനായി ജനിക്കാനും ജീവിക്കാനും എന്നെ തീരുമാനം എടുപ്പിക്കുന്ന ഒരു യാത്രയാവട്ടെ. ഇത് അർത്ഥപൂർണമായ യാത്രയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു വലിയ ആഴ്ച ആശംസിക്കുന്നു. ഈ വലിയ ആഴ്ച ഇന്നല്ല, ഇനി അങ്ങോട്ട് മുഴുവൻ നിങ്ങളുടെ വിശുദ്ധ ആഴ്ചകളാവട്ടെ. ഈ 8 ദിവസങ്ങളല്ല, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങളുടെ ആഴ്ചകൾ, നിങ്ങളുടെ ദിവസങ്ങളും നിങ്ങളുടെ മണിക്കൂറുകളും വിശുദ്ധമാകട്ടെ. ഈ കുരിശിന്റെ വഴികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മുറിവേൽപ്പിക്കുന്നവരും കുരിശ് തോളിൽ വെച്ച് തരുന്നവരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടാവും. സിമിയോനെ പോലെ സഹായിക്കാനും വെറോനിക്കയെ പോലെ തുടച്ചു കൊടുക്കാനും പലപ്പോഴും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കും. ദൈവം തന്ന വലിയ ജീവിതത്തെ നന്മയോടെ നന്ദിയോടെ അർപ്പിക്കാൻ ഉള്ള വലിയ കൃപ തമ്മിലാണ് ചോദിച്ചു വാങ്ങാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആഗതമാകുന്ന ഈസ്റ്ററിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. എല്ലാവർക്കും നന്ദി. സമാപന ആശീർവാദത്തിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മണിമോളി ഭവന വികാരി, അതുപോലെ മണിമോളി നെൽമൂർ സെന്റ് ലൂസ് വികാരി കൂടിയായിരിക്കുന്ന പെരിയ ഭവനങ്ങളുടെ തോമസ് മണക്കുന്നിലച്ച, ജിൻഡോ അച്ച, അതുപോലെ തന്നെ ഗിയോറിസ് മണത്തിലച്ച, ഭവനയുടെ വൈദികര്, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട KCOM, MCOM, യുവജന സുഹൃത്തുക്കളെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾ നേതൃത്വം നടത്തിയ ഈ ശുശ്രൂഷ ഏറ്റവും ഹൃദ്യമായിരുന്നു. നിൽക്കുന്ന പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾ പലരും ഈ കുരിശിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നത് കാണുമ്പോൾ മനസ്സിലൊരു കുളിർമ. ഭാവിയെ നല്ല ഒരു യുവജന നേതൃത്വത്തെ ഞാൻ സ്വപ്നം കാണുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവെ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം മരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കി ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ കാവത്താൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണികളാൽ തറയ്ക്കപ്പെടുകയും കുന്നത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകർത്തി പൂർത്തിയാക്കി പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ പറഞ്ഞു പറയുന്ന അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മനസ്താപ്രകരണം. എന്റെ ദൈവമേ, എല്ലാറ്റുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യമായ അങ്ങേക്കെതിരായി പാപം ചെയ്ത ബോധനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സറിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സുഖത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നാം എല്ലാവരുടെ കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. കുരിശുമുത്തി നേർച്ചയിടാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വന്ന് 2 ലൈനായി വന്ന് കുരിശുമുത്തി നേർച്ചയിട്ട് പോകാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഈ സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം ഓർക്കുന്നു. ബഹുമാനരായ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
ദൈവം നിങ്ങളെ കൂടുതലായിട്ട് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇതിന് നേതൃത്വം കൊടുത്ത് 2-3 ആഴ്ചകളായി രാവും പകലും ഇതിനു വേണ്ടി അധ്വാനിച്ച നിലമ്പൂർ, മലങ്കര, നിലമ്പൂർ മേഖലയുടെ എല്ലാ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കും മണിമോളി ഫൊറോന KCYM പ്രസ്ഥാനത്തിലെ എല്ലാ നേതാക്കന്മാർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ മേഖല MCYM പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായ ഗീവർഗീസ് മഠത്തിലച്ഛനും അവരെ നയിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. KSRTC ബസ് ഉടനെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ടിക്കറ്റ് സ്വന്തമായി എടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഗാഗുൽത്താമലയിൽ നിന്നും
നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായി വിൺമന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നിപ്പോൾ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റുനീ കേൾക്കൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? കൊടുങ്കാട്ടിലന്നു നിങ്ങൾക്കായി മേഘദീപത്തോടു തീർത്തു ഞാൻ. വിലാപത്തിൻ മാറ്റുനീ